ഇൽമ പഠിക്കാൻ ഒരാൾ മുതിരുന്നത് അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളമാണ്. ഒരാൾക്ക് നന്നായി പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ ഈമാനോടെ മരിക്കും. ഈ ആശയം ഫൈലുൽ ഖദീറിൽ ഇമാം മുനാവിർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്റേത് തന്നെ ആയ തൈസീർ എന്ന കിതാബിലും ഈ ആശയം കാണാവുന്നതാണ്. എത്ര ബിരുദെടുത്താലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് താജുൽ ഉലമയുടെ നൂറുൽ ഉലമയുടെ അനുസ്മരണ സദസ്സിൽ ആമുഖത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട തീരുമാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61ാമത്തെ വയസ്സിൽ മുതല്ലിമായിരുന്നു. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന പേരുള്ള മകൻ മരണപ്പെട്ടപ്പോൾ ജനാസ കർമ്മങ്ങളിലോ ദഫനിലോ കഫനിലോ ഒന്നിനും മഹാനവറുകൾ ഇടപെടുന്നില്ല. കുടുംബക്കാരെ ഏൽപ്പിച്ചിട്ട് ദർസിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറയാണ്, എന്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് മിസ്സായി പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. മൂത്തമ്മാന്റെ മോന്റെ അനിയത്തിന്റെ ഏട്ടന്റെ ഒരാൾ മരിച്ചെന്ന് കേൾക്കണ്ട. അപ്പോഴേക്ക് എന്റെ 3 ദിവസം ലീവാകുന്ന പുതിയ കാലത്ത് സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിനില്ല. അബ്ദുറഹ്മാൻ ഹസനി വഫാത്തായപ്പോൾ ദർസിന് മുടക്കം വരാതെ, ഇബാദത്തിന് കുറവ് വരാതെ സമസ്തന്റെ അഭിമന്യ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന് എങ്ങനെ ഈ നിലപാട് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇമാം ഹാഫിദ് മുൻനിരി റഹ്മത്തുള്ളാഹി സ്വഹിബ തർഹീബ് വതർഹീബ് മകൻ വഫാത്തായി മഹാന്റെ കുടുംബക്കാരെ ഏൽപ്പിക്കണം. എന്തേ? ദർസിന് മുടക്കം വരുമോ എന്ന ഭയം. ഇൽമിനെ അതിരറ്റ് സ്നേഹിക്കണം. ഇൽമിന്റെ അഹ്ലുകാരോട് ഇഷ്ടം ഉണ്ടാവണം. വദാലിക അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാതിമ, അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളാണ് ജീവിതകാലത്ത് ദർസ്, പള്ളി ദർസ്, മുതഅല്ലിമീങ്ങൾ, തഖാഫുൽ സ്ഥാപനം, മുദരിസ് ഉസ്താദുമാർ അവരോട് റഹ്ബ് ഉണ്ടാവുക എന്നുള്ളത്.